Welcome to Theory of Impact for degree classes. രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഇത് തിയറി നേരത്തെ ഉള്ള പോസ്റ്റിങ്സ് നോക്കി തിയറി പഠിച്ചിട്ട് ഇത് കണ്ടാലേ ശരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടൂ. അത് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, 3 perfectly elastic balls A, B and C of masses 2 kilogram, 6 kilogram and 12 kilogram are moving with velocities 12 meter per second, 4 meter per second and 2 meter per second respectively. If the ball A strikes B, which in turn strikes C, prove that the balls A and B will be brought to rest by the impact. മൂന്ന് സ്ഫിയേഴ്സ് എ ബി സി ഇതിൻ്റെ മാസ് 2 കിലോഗ്രാം, 6 കിലോഗ്രാം, 12 കിലോഗ്രാം. ഇതിൻ്റെ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ പെർ സെക്കൻഡ്, 2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, അപ്പോൾ എ ബിയെ ഇടിക്കുന്നു, ബി എന്ന് സിയെ ഇടിക്കുന്നു. കൊളിഷൻ ഇമ്പാക്റ്റ് കഴിയുമ്പോൾ എയും ബിയും അറ്റ് വരുന്നെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയും കൂടെയുള്ള കൊളിഷൻ എടുക്കുക, ഇമ്പാക്റ്റ് എടുക്കുക. ഇമ്പാക്റ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. Total momentum before impact equals total momentum after impact. That is 2 into 12 plus 6 into 4 equals 2 into VA plus 6 into VB. VAയും VBയും ഇമ്പാക്റ്റ് കഴിഞ്ഞുള്ള വെലോസിറ്റീസ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ VA plus 3VB equals 24 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇലാസ്റ്റിക് ബോൾ എന്ന് പറയുന്നുണ്ട്, സ്ഫിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇ ഈക്വൽസ് 1 എന്ന് എടുക്കാം. ഈ ഡെഫിനിഷൻ ഇ ഈക്വൽസ് V2 മൈനസ് V1 ബൈ U1 മൈനസ് U2, അല്ലെ ഇ ഈക്വൽസ് മൈനസ് ഓഫ് V1 മൈനസ് V2 ബൈ U1 മൈനസ് U2. എടുക്കുമ്പോൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. ഇ ഈക്വൽസ് V2 മൈനസ് V1 ബൈ U1 മൈനസ് U2 ഓർ V2 മൈനസ് V1 ഈക്വൽസ് ഇ ഇൻറ്റു U1 മൈനസ് U2. ഇവിടെ V2 പകരം VB മൈനസ് V1 പകരം VA ഈക്വൽസ് E ഈസ് 1 ഇൻറ്റു U1 ഈസ് 12, U2 ഈസ് 4. അപ്പോൾ 12 മൈനസ് 4 ഓർ VB മൈനസ് VA ഈക്വൽസ് 8. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ VAയും മൈനസ് VAയും ക്യാൻസൽ ചെയ്യും, പോയിട്ട് 3VA VB പ്ലസ് VB. ഇക്വേഷൻ 1ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 4VB ഈക്വൽസ് 32 ഓർ VB ഈക്വൽസ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഇതെടുത്ത ഇക്വേഷൻ 2ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VA കിട്ടും. VA ഈക്വൽസ് VB മൈനസ് 8. VB ഇപ്പോൾ 8 എന്ന് കിട്ടി. 8 മൈനസ് 8 ദറ്റ് ഈസ് 0. അപ്പോൾ എയും ബിയും കൂടെയുള്ള ഇമ്പാക്റ്റ് കഴിയുമ്പോൾ എ അറ്റ് റെസ്റ്റിലാകുക, കാരണം VA ഈക്വൽസ് 0 എന്ന് കിട്ടി. VBക്ക് ഇപ്പോൾ ഉള്ള വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡാണ്. അടുത്ത കൊളിഷനിൽ ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് ഈ 8 ആണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ബിയും സിയും കൂടെയുള്ള കൊളിഷൻ എടുക്കുക. ബിയുടെ ഇപ്പോഴത്തെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്, സിയുടെ വെലോസിറ്റി 2. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, 6 ഇൻറ്റു 8 പ്ലസ് 12 ഇൻറ്റു 2 ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഇമ്പാക്റ്റ് ഈക്വൽസ് 6 ഇൻറ്റു VB ഡാഷ്. ബിയും സിയുക്കുള്ള കൊളിഷൻ കഴിയുമ്പോൾ ബിയുടെ വെലോസിറ്റി VB ഡാഷ് എന്നിരിക്കട്ടെ, പ്ലസ് 12 ഇൻറ്റു VC ഓർ VB ഡാഷ് പ്ലസ്, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, VB ഡാഷ് പ്ലസ് 2VC ഈക്വൽസ് 12 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ന്യൂട്ടൺസ് ലോ ഓഫ് ഇമ്പാക്റ്റ് അനുസരിച്ച് ഇപ്പോൾ VC മൈനസ് VB ഡാഷ്, V2 മൈനസ് V1 ഈക്വൽസ് ഇ ഇൻറ്റു U1 minus U2. Or VC minus VB dash equals 1 into 8 minus 2. Or VC minus VB dash equals 6. ഈ ഇക്വേഷനെ 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2VC മൈനസ് 2VB dash equals 12. That is equation number 4.
ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4 മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 വി ബി ഡാഷ് ഈക്വൽ 0 ഫ്രം വിച്ച് വി ബി ഡാഷ് ഈക്വൽ 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇമ്പാക്റ്റ് എല്ലാം കഴിയുമ്പോൾ വി എ 0 എന്ന് കിട്ടി, വി ബി ഡാഷ് 0 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എ ആൻഡ് ബി ആർ ബ്രോട്ട് ടു റെസ്റ്റ് ബൈ ദി ഇമ്പാക്റ്റ്. അടുത്തത്, a marble ball is dropped from a certain height onto a smooth horizontal floor. The ball bounces back to a height of 8 meters. On the second bounce, it rises to 6 meters. Find the initial height from which the ball was dropped and also the coefficient of restitution. ഇവിടെ പറയുന്ന ഒരു ബോള് സ്ഫിയർ ഒരു സർട്ടൺ ഹൈറ്റിൽ നിന്ന് ഒരു റിജിഡ് ഫ്ലോറിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് അവിടെ നിന്ന് ബൗൺസ് ചെയ്യുന്നു 8 മീറ്റർ. അടുത്ത അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വന്ന് സെക്കൻഡ് ബൗൺസിങ് നടക്കുമ്പോൾ 6 മീറ്റർ ഹൈറ്റിലേക്ക് പോകുന്നു. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ബൗൺസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബോഡി എന്ന് പറയുന്നത് ഈ ബോളാണ് അല്ലെ സ്ഫിയറാണ്. സെക്കൻഡ് ബോഡി എന്ന് പറയുന്നത് ഫ്ലോറാണ്. ഫ്ലോറിൻ്റെ വെലോസിറ്റി ഇമ്പാക്റ്റിന് മുമ്പും ഇമ്പാക്റ്റിന് ശേഷവും 0 ആയിരിക്കും. ഫ്ലോറ് ഇമ്മൂവബിളാണെന്നല്ല ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എയിൽ നിന്നും ബോള് ബിയിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V1 എന്നിരിക്കട്ടെ. ഈ V1 ആണ് ബോളിൻ്റെ ഇമ്പാക്റ്റിന് മുമ്പുള്ള വെലോസിറ്റി. അപ്പോൾ U1 ഈക്വൽസ് V1 എന്നെടുക്കണം. U2 ഫ്ലോറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ദറ്റ് ഈസ് 0. ഇനി V1 എന്ന് പറയുന്നത് ബോളിൻ്റെ ഫ്ലോറുമായിട്ട് ബോൾ ഇമ്പാക്റ്റ് നടത്തി കഴിയുമ്പോൾ ഉള്ള അതിൻ്റെ വെലോസിറ്റിയാണ്. ഇവിടെ നിന്ന് തിരിച്ച് പോകുമ്പോൾ ഉള്ള വെലോസിറ്റി V2 ഡാഷ് എന്നിരിക്കട്ടെ. അപ്പോൾ ബോളിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞുള്ള വെലോസിറ്റി V1 ഈക്വൽസ് മൈനസ് V2 ഡാഷ് എന്നെടുക്കണം. കാരണം V1 ഇങ്ങോട്ടും V2 മുകളിലോട്ടുമാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. V2 0, ഫ്ലോറിൻ്റെ ഫൈനൽ വെലോസിറ്റി 0. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് ഇമ്പാക്റ്റ് അനുസരിച്ച് V2 മൈനസ് V1 ഈക്വൽസ് E ഇൻറ്റു U1 മൈനസ് U2. ദറ്റ് ഈസ് V2 0 മൈനസ് V1 is V2 dash. V2 dash. അപ്പോൾ V2 0 മൈനസ് V1 എന്ന് പറഞ്ഞാൽ V2 ഡാഷ് ഈക്വൽസ് E ഇൻറ്റു ഇത് പ്ലസ് എന്നെടുക്കാം. കാരണം V1 ഈസ് മൈനസ് V2 ഡാഷാണ്. അപ്പോൾ ഇത് പ്ലസ് വരും. ഇവിടെ ഇപ്പോൾ പ്ലസ് ആയാലും മൈനസ് ആയാലും നോ പ്രോബ്ലം. Into equals E into U1 is V1 minus U2 is 0. ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ V2 ഡാഷ് സ്ക്വയർ ഈക്വൽസ് E സ്ക്വയർ ഇൻറ്റു V1 സ്ക്വയർ എന്ന് വരും. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫോളിൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻ എടുക്കണം. V സ്ക്വയർ ഈക്വൽസ് U സ്ക്വയർ പ്ലസ് 2AS. V സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ V1 ആണ്. ഫ്ലോറിലെത്തുമ്പോൾ ഉള്ള, അതായത് എ ബി എന്ന് പറയുന്ന ദൂരം ഫോൾ ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി V എന്ന് പറഞ്ഞാൽ ഇവിടെ V1 ആണ്. അപ്പോൾ V1 സ്ക്വയർ ഈക്വൽസ് U എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചുള്ള വെലോസിറ്റിയാണ്, ഡ്രോപ്പ് ചെയ്യുന്ന മോമെൻറ്റിൻ്റെ വെലോസിറ്റി ദറ്റ് ഈസ് 0 പ്ലസ് എ എന്ന് പറഞ്ഞാൽ G-ആണ്, എസ് എന്ന് പറഞ്ഞാൽ H-ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ V1 സ്ക്വയർ ഈക്വൽ 0 പ്ലസ് 2GH. ഇനി ഇവിടെ നിന്നുള്ള റൈസ് റീബൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള മോഷൻ എടുക്കണം. അപ്പോൾ U എന്ന് പറയുന്നത് ഇവിടെ V2 ഡാഷാണ്. അത് V2 ഡാഷ്. അവിടുത്തെ V എന്ന് പറഞ്ഞാൽ 0യാണ്, എസ് എന്ന് പറഞ്ഞാൽ H1 ആണ്. അപ്പോൾ റൈസ് ഫ്രം B ടു C, V സ്ക്വയർ ഈക്വൽസ് U സ്ക്വയർ പ്ലസ് 2AS. V സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 0 ഈക്വൽസ് V2 ഡാഷ് സ്ക്വയർ മൈനസ് 2GH1 ഓർ V2 ഡാഷ് സ്ക്വയർ ഈക്വൽസ് 2GH1 എന്ന് വരും. ഇക്വേഷൻ 1 എടുത്തിടുക. ഇത് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് V2 ഡാഷ് സ്ക്വയർ ഈക്വൽസ് E സ്ക്വയർ ഇൻറ്റു V1 സ്ക്വയർ. ഈ V2 ഡാഷ് സ്ക്വയറും V1 സ്ക്വയറും എടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2GH1 ഈക്വൽസ് E സ്ക്വയർ ഇൻറ്റു 2GH. 2G ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ H1 ഈക്വൽസ് E സ്ക്വയർ H എന്ന് കിട്ടും. ഇക്വേഷൻ 2. ഇനി
സെക്കൻഡ് റീബൗണ്ട് H1 വരെ H2 എടുക്കുക. H2 ഈക്വൽസ് ഇ സ്ക്വയർ ഇൻറ്റു അതിന് മുമ്പുള്ള ഫോൾ ഹൈറ്റ്. അപ്പോൾ സെക്കൻഡ് റീബൗണ്ട് എടുക്കുമ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് H1 വരണ്ടേ. അപ്പോൾ ഇ സ്ക്വയർ ഇൻറ്റു H1, ദാറ്റ് ഈസ് ഇ സ്ക്വയർ ഇൻറ്റു H1 ഈസ് ഇ സ്ക്വയർ എച്ച്. അപ്പോൾ e⁴h എന്ന് വരും. ഇക്വേഷൻ 3. ഇനി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ H2 ബൈ H1 ഈക്വൽസ് ദിസ് ബൈ ദിസ്, ദാറ്റ് ഈസ് ഇ സ്ക്വയർ, ഫ്രം വിച്ച് ഇ ഈക്വൽസ് റൂട്ട് ഓഫ് H2 ബൈ H1. അക്കാര്യം H1 8 മീറ്റർ തന്നിട്ടുണ്ട്, H2 6 മീറ്റർ തന്നിട്ടുണ്ട് സെക്കൻഡ് റീബൗണ്ട്. അപ്പോൾ ഈ ഈക്വൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 6/8, ദാറ്റ് ഈസ് 0.87 എന്ന് കിട്ടി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഇക്വേഷൻ 2 ഉപയോഗിക്കുക. ഈ എടുത്ത ഇക്വേഷൻ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് H കിട്ടും. H ഈക്വൽസ് H1 ബൈ ഇ സ്ക്വയർ, ദാറ്റ് ഈസ് 8/0.87 ദി ഹോൾ സ്ക്വയർ, ഓർ 10.57 മീറ്റർ. അതാണ് ആദ്യം ബോളിട്ട ഹൈറ്റ്. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10.57 മീറ്റർ. ആദ്യം തൊട്ടുള്ള പോസ്റ്റിങ്സ് കാണാൻ ശ്രമിക്കുക. കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ. വി വിൽ സീ സൂൺ. താങ്ക് യു.